അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മക്കൾക്കൊക്കെ അൽഹംദുലില്ലാ സുഖമാണ്. ഇപ്പൊ ഇന്ന് മക്കളാരെയും കൂട്ടിയില്ല. കാരണം വെച്ചാല് ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ നമ്മള് പ്രതീക്ഷിച്ച വീഡിയോക്ക് പറ്റിയ ആളെ കണ്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ഇന്നൊരു ചലഞ്ച് ചെയ്തല്ലോ, ആ ചലഞ്ചിന്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചു. പറഞ്ഞോടി. അതിനകത്ത് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞു. ഡേറ്റ് വരെ അല്ലേ? ഞാൻ വിചാരിച്ചു പറയൂലെന്നാണ് വിചാരിച്ചത്. 2012 ഡേറ്റും അയക്കണ്ടേ? നമ്മള് ടൈം നോക്കിയിട്ടായിരിക്കും നാളെ ഫസ്റ്റ് ആരാണ് ഈ ടൈം പറഞ്ഞ അതനുസരിച്ചിട്ട് ഒരു 5-6 പേരെ എടുക്കുക. 5-6 പേര് പറഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാരും വർഷം മാത്രം പറഞ്ഞവർക്കില്ല. രണ്ടും ഒരുമിച്ച് പറഞ്ഞു. ഏപ്രിൽ 22, 2012 എന്റെ വിവാഹം. അങ്ങനെ കറക്റ്റ് ആൻസർ പറഞ്ഞവരുണ്ട്. അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പേര് ഇത്താമാര് ഒക്കെയാണ് തോന്നുന്നു. പേര് നോക്കണം. അതിനകത്ത് നമ്മൾ നജില ഷാൻ ഫാമിലിയില് ഒരു ലൈവ് ഇട്ട് എന്റെ ഫോൺ നമ്പറിലല്ലേ വന്ന, അപ്പൊ നിന്റെ ലൈവ് ഇട്ടിട്ട് എന്റെ ഫോണിൽ നിന്ന് റിസൾട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി. മനസ്സിലായ? അത് നമുക്ക് നമ്പർ ഇത് ചെയ്തിട്ട് കാണിക്കാം. അത് ആദ്യത്തെ ചലഞ്ച് ഇങ്ങക്കാണ്. പിന്നെ ഇനിയിപ്പം ചലഞ്ച് നമ്മളെ ഐഡിയിൽ തോന്നുന്നല്ലേ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. കാര്യം മറ്റുള്ളവരെ കണ്ടിട്ടല്ല മറ്റുള്ളവരെ പോലെ അല്ല ചെയ്യുന്നത്. ആ ഒരു ഇതല്ല, നമ്മള് വെറൈറ്റി ആയിരിക്കും. നമ്മള് തമ്മിൽ ആലോചിച്ചിട്ട് ഒരു ഇതെടുത്തിട്ട് അത്ര അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വലിയ റീച്ച് അല്ല ആവശ്യം, എന്തെങ്കിലും ഒരു വിഹിതം കിട്ടണമെങ്കിലേക്കാ. നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. പിന്നെ എന്നാലും നമുക്കൊരു ഇത് യൂട്യൂബ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. കാര്യം നമ്മളെ ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല. നമ്മള് യൂട്യൂബ് അതായത് മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് നമ്മളെ ഉദ്ദേശം. മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ നമ്മൾ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരുമ്പോ ഒരു വിഹിതം അല്ലേ നമ്മള് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. വളർന്നേന്നുമില്ല, വളരുന്നേ ഇല്ല. പിന്നെ എന്തോ പടച്ചവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മക്കളെ തട്ടിയും മുട്ടിയൊക്കെ പോവുകയാണ്. സത്യം നമ്മളെ മക്കൾക്ക് കൊടുക്കും പോലെ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അല്ലേ? പിന്നെ നമുക്ക് എല്ലാരെയും വേണം. കാര്യം നമുക്ക് സ്വന്തവും ബന്ധവും പറയാൻ ആരുമില്ല, നിങ്ങളെ ഉള്ളൂ. നമുക്ക് ആരുമില്ല. ഒരു നിങ്ങളാണ് നമ്മളെ സ്വന്തവും ബന്ധവും. നമുക്ക് രണ്ടുപേർക്കും നമ്മള് മാത്രമേ. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാള് നമ്മളൊരു പാല് വെച്ച് വിളിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളതിൽ പൈസ ഇല്ലാത്തോണ്ട് പോവായിരുന്നതാണ്. ജനുവരി 15-ാം തീയതി ആയിരുന്നു. കുട്ടിയാണ്. അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയണെന്ന് പറഞ്ഞാല് ക്ഷമിക്കണം, വരാം ഇൻഷാ അല്ലാഹ്. ഇനി ദിവസം വരുന്നുണ്ട്. നമ്മൾ എന്തായാലും ചലഞ്ചിങ് വീഡിയോ ഒക്കെ മുന്നോട്ട് നല്ല രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ അല്ലേ, അതുകൊണ്ട് അതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കരുത്. കാര്യം നിവർത്തിയില്ലാതായിപ്പോയി ആ സമയമായപ്പോഴേ. മോക്ക് വയ്യാത്ത ആ ഘട്ടം കഴിഞ്ഞപ്പോഴും നമ്മളെ ചാനലിന്റെ സ്ട്രൈക്കും കാര്യവും അല്ലേ, നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്ത് വിളിച്ചാലും ഇൻഷാ അല്ലാഹ് നമ്മള് വരും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മള് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പിന്നെ മക്കളെ കൊണ്ടൊക്കെ ഒരുപാട് ലോങ് വരുമ്പം നമ്മളും ശരീരം അല്ലേ, അവരെ കാര്യം നോക്കണം. മുത്തുമോനെ അറിയാലോ, മിച്ചുമോനും മസ്റുമോനും സ്വന്തം കാര്യം എല്ലാം നോക്കിയോളും. പക്ഷെ മിച്ചുമോനെ പാടാണ്. അതായത് അവനെ കൊണ്ടെന്നുള്ള ആയി വരുന്നേ ഉള്ളൂ. ആ റെഡിയാവും. ഒരു 3-4 മാസം കൊണ്ട് ഏകദേശം റെഡിയായി വരും. ഏകദേശം മാറ്റമില്ലേ? മാർക്ക് ലിസ്റ്റ് ഒക്കെ കണ്ട് നല്ല മാർക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ല എ ഗ്രേഡും ബി ഗ്രേഡും എല്ലാത്തിനും ഉണ്ട്. കൂടുതൽ എ ആണ്, 2 ബി എങ്ങാണ്ടേ ഉള്ളൂ. കൊച്ചുങ്ങളല്ലേ, ഇതാണ് കാക്ക പൂച്ച. ഡയറി എഴുതാനും അറിഞ്ഞൂടാ. പിന്നെ വേറെന്തോ സാറ് പറഞ്ഞൊക്കെ ഡയറി കഥ എഴുതാനും പിക്ചർ കണ്ടിട്ട് കഥ എഴുതാനും അറിഞ്ഞൂടാ. അതൊക്കെ പഠിച്ചോളൂ. അതൊക്കെ ഇനിയിപ്പോ ഉഷാറായി വരും. ഇപ്പൊ ഏകദേശം ഒരു മാറ്റമില്ലടി, ഒരുപാട് മാറ്റമുണ്ട്. എന്തുണ്ടെങ്കിലും വാപ്പച്ചിയാണ് അവന് അല്ലേ? ഭയങ്കര ഇഷ്ടം അല്ലേ വാപ്പച്ചി? രാവിലെ ഉറക്കം എണീച്ചാൽ എന്നെ മുത്തം പിക്കാതെ ഇറങ്ങത്തില്ല. ഉറക്കത്തിൽ എണീച്ച പാടെ നേരെ വന്ന് എന്നെ മുത്തം നിന്നിട്ടേ പോകും. നമ്മളെ 3 മക്കളും അൽഹംദുലില്ലാഹ് ഓക്കെയാണ്. അവനും അതേന പക്ഷെ 3 മക്കളും ഓക്കെയാണ്. പക്ഷെ ഏറ്റവും അത്തും അവനാണ്. അവന്റെ ഒരു ചെറിയ ഇതുണ്ട്, അത് മാറി വരും. അത് ഇപ്പൊ അവന്റെ ആ ഒരു രീതി കണ്ടാ നീ മനസ്സിലാവൂലേ, അത് മാറി വരുന്നുണ്ടോ. സ്നേഹമാണ് കേട്ടോ. അവൻ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത്രയും കാലം അവൻ സംഭവം എന്ന് വെച്ചാല് അവനാ ഈ ഉപദ്രവവും മനസ്സിലായില്ലേ, അവന് താഴ്ത്തി പറിച്ചില്ലേ. ഇപ്പൊ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമില്ലേ. സാറൊന്ന് പറഞ്ഞു കേട്ടാ, നമ്മള് രണ്ടുപേരും കൂടെയാണ് PTA മീറ്റിങ്ങിന് പോയാ.
നല്ല മാറ്റമാണ്. നമ്മള് മക്കളെ കൊണ്ടുവരികയും ചെയ്തല്ലേ. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പിന്നെ അവരെ അങ്ങോട്ട് ഓടിക്കണ്ടല്ലോ. അതാണ് ഇപ്പൊ നമ്മളെന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഇത് ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇറങ്ങാൻ സമയം നമ്മൾ കണ്ടെത്തി, ഒരു വീഡിയോ ഇറങ്ങാനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തി. ഇനി നമുക്കൊരു അത്യാവശ്യം എന്ന് പറഞ്ഞാല് നമുക്ക് ചെലവ് കാശും പിന്നെ മൈക്ക് അല്ലേ, മൈക്ക് വേണം, പിന്നെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡിന് അത്രയ്ക്കുള്ള പൈസ ഇല്ല, പക്ഷെ മൈക്കാണ് തൊടാൻ പറ്റാത്തത് അല്ലേ. 3 സംതിങ് ഒക്കെയാണ്, 3000. അത് കുറഞ്ഞതാണ്. മൈക്കൊക്കെ രണ്ടെണ്ണം വരും. 2 വരും. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച ആരെങ്കിലും ഒരു ഫ്രാങ്ക് വീഡിയോ ചെയ്യാനാ, അല്ലെങ്കിൽ ഏതെങ്കിലും വയ്യാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ഈ വഴിയോര കച്ചവടക്കാരെ, അങ്ങനെ എന്തെങ്കിലൊക്കെ നമുക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് ചെയ്യും. അത് അവർക്കൊരു ചെറിയൊരു സമ്മാനം കൊടുക്കണം. അതാണ് പ്രശ്നം. കൂടുതല് വാർദ്ധക്യമുള്ളവരെ പിടിക്കണം. അല്ല അങ്ങനെയല്ല, നമുക്ക് അതായത് ഇല്ലാത്തതൊന്നും. കാരണം എന്ന് വെച്ചാൽ വാർദ്ധക്യമുള്ളവർ എന്തിനെന്ന് വേണ്ടിയാണ്? മരുന്നും ഗുളികയ്ക്കും വേണ്ടിയാണ് അവര് കച്ചവടം ചെയ്യണത്. അല്ലാതെ അവര് വയസ്സാം കാലത്ത് പിന്നെ എന്തിനാണ് കച്ചവടം? അല്ല, അവര് മരുന്നും ഗുളികയും ആരെ മുമ്പ് കൈ നീട്ടാതെ അങ്ങനെയുള്ളവർക്ക്, ഈ ഒറ്റപ്പെട്ട് കിടക്കണവർക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ നമുക്ക് ചലഞ്ചിങ് വീഡിയോ കൊടുക്കാം. അപ്പൊ അവരെ വിശപ്പും ഇതാവും അല്ലേ, അവര് ഭക്ഷണം കഴിക്കട്ടെ. പ്രായമായി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അതിന്റെ ഒരു വിഹിതം ദൈവം നമുക്ക് പടച്ചു. നമ്മളിപ്പോ പോണ കൂട്ടത്തിൽ തന്നെ നമ്മളെ വണ്ടിയിൽ കിടന്നാലും പൈസ നമ്മളെടുത്ത് കൊടുക്കുമല്ലേ. കാരണം എന്ന് വെച്ചാൽ ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അൽഹംദുലില്ലാ നമ്മള് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളെയൊക്കെ പരിസരങ്ങളിൽ തന്നെ ഒരുപാട് പേരുണ്ട്, പക്ഷെ വീഡിയോയിൽ വരെ അവർക്കൊക്കെ അല്ലേ കൊണ്ട് വരാത്തതാണ്. ഇപ്പൊ ഒരു പുള്ളീനെ നമ്മള് കണ്ടിട്ട് ആ പുള്ളിക്ക് നമ്മളൊരു സഹായം ചെയ്തിട്ട് പുള്ളിയെടുത്ത് വെച്ചാൽ പുള്ളി ഓക്കെ ആയിരുന്നു. പക്ഷെ പുള്ളിയെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്താർക്ക പുള്ളിയുടെ മോളും പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ ഉമ്മ അല്ലേ, അവരൊക്കെ എന്ന് പറഞ്ഞാല് അവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം അവര് നമ്മളെ വിളിച്ചു, നമ്മളെ വീഡിയോ ഇതാക്കിയല്ലേ, പ്രൈവറ്റ് ആക്കി. കാരണം നമുക്ക് തെളിവ് വേണമല്ലോ. അവരെ അനുവാദത്തോടു കൂടി നമ്മളിപ്പോ ഒരു റോഡിൽ കാണുന്ന ഒരു മനുഷ്യന് ഇപ്പൊ നമ്മള് കണ്ടെത്തി വീഡിയോ പിടിച്ചപ്പോഴാണല്ലോ ഇവർ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഈ പുള്ളി അവര് നല്ലപോലെ നോക്കിയാൽ ഈ പുള്ളി അങ്ങനെ പോകൂല, അത് വേറെ കേസ്. പിന്നെ അവരെ ഭാഗം എപ്പോഴും, എന്റെ ഭാഗം ഞാൻ എപ്പോഴും ക്ലിയർ ആയിട്ടില്ല സംസാരിക്കും. എന്റെ ഭാഗം എപ്പോഴും എന്റെ നല്ലതാണ്, ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്, അങ്ങനെ പറയൂ. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആ പുള്ളിക്കും ആ പുള്ളിയുടെ വീട്ടുകാർക്ക് അറിയാവും. സോഷ്യൽ മീഡിയ ഒരു വിധത്തിൽ നല്ലതുമാണ് ചീത്തയുമാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാള് മരിച്ചില്ലേ, ദീപക്, എന്താണ് ഒരു ദീപക്, ആ പെണ്ണ് ചെയ്തത് തെറ്റല്ലേ? ഇത് അവളെ ഇപ്പൊ ഈ ചെയ്തത് നേരത്തെ വേറൊരു ചെയ്തായിരുന്നു, സീറ്റ് ഇരുന്നിട്ട് പറഞ്ഞിട്ട്. അന്ന് അത് കാണിച്ചിരുന്നെങ്കിൽ പിന്നെ ഇനിയിപ്പോ ആരും അത് കാണിക്കൂല. അവള് റീച്ചിന് വേണ്ടി ചെയ്ത് എന്തായാലും അവള് റീച്ചായി. പക്ഷെ അവളെ റീച്ചായതല്ല, അവളെ വെച്ച് മറ്റുള്ള റീച്ചായി. പക്ഷെ ഒരു ജീവൻ പോയി, മനസ്സിലാവുന്നുണ്ടോ? ഒരു ജീവനാണ് അവിടെ. അതുപോലെയല്ല നമ്മളെല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരല്ല. ചില ആൾക്കാര് ദുർബല മനസ്സുള്ള ആൾക്കാരായിരിക്കും. കാര്യം അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഒരു വെളിമയെ നോക്കുമ്പോ എല്ലാരും ക്ലിയർ ആണ്. പക്ഷെ നമ്മള് മനസ്സിനകത്ത് ചിലപ്പോൾ 100 പ്രശ്നങ്ങളായിട്ടായിരിക്കും നമ്മള് ഒരു യാത്ര ചെയ്യുന്നതാ, വെളി വരുന്നതാ വരുന്നത്. പക്ഷെ നമുക്ക് വെളിയിൽ എല്ലായിടത്തും കാണിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പുള്ളി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വിധി അങ്ങനെയാണ്. അങ്ങനല്ല, ഇങ്ങനെ നിസ്സാര സില്ലി കേസിനൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മളെ ജീവനാണ് ഏറ്റവും വലുത്. ആരാ എന്താ കാണിക്കട്ടെ, നമുക്ക് വേണമെങ്കിൽ കേസ്, ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പറ്റിയില്ലേ, നമുക്ക് കേസ് കൊടുക്കാം. മരണത്തിന് ഒന്നിനും പരിഹാരമില്ല. നമ്മള് മരിച്ചാൽ നമ്മളെ ജീവിത അവസാനമായി. പിന്നെ ഒരു കാര്യം, നമ്മൾ മരിച്ചാൽ നമ്മളെ കുടുംബത്തിനെ ഉണ്ടാവും, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും നഷ്ടം. അതില് ഭാര്യയ്ക്കും മക്കൾക്കും നഷ്ടമാണ്. എന്നാലും ഇപ്പൊ നമ്മള് മരിച്ച നമ്മളെ അവസാനം, ലോകാവസാനം നമ്മളതായി, അതാ ചിന്തിച്ചാൽ മതി. നമുക്കേ പോയി, നമ്മളെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പോയി. ഭാര്യ മക്കളെ വീണ്ടും ജീവിക്കും, അല്ല കൂടെ മരിക്കൊന്നുമില്ല. പിന്നെ എന്താണ്, അവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വരും. അത് അവരിൽ നിന്ന് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അവര് തരണം ചെയ്യും. അവർ വീണ്ടും പഴയ ജീവിക്കും. ചെറിയൊരു ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വന്ന് പോയിക്കൊണ്ടിരിക്കും. അതിനപ്പുറമായിട്ട് ഈ ഞാൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോൾ എൻ്റെ കൂടെ ചാവേ മരിക്കുകയും ചെയ്യൂല. ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനാണ്.
അപ്പോൾ എല്ലായിടത്തും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആരാ എന്തോ വീഡിയോ പിടിക്കട്ടെ, നമുക്ക് ഇഷ്ടമല്ലാതെ പിടിച്ചാൽ നമ്മളൊരു വീഡിയോ പുറത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അവർക്കെതിരെ മാനനഷ്ടത്തിന് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേസ് കൊടുക്കുക, അല്ലാതെ കയറി ആത്മഹത്യ ചെയ്യുക അതൊരു പോകാൻ വഴിയല്ല ഒന്നിനും. പിന്നെ ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയയാണ്. ഇപ്പം ആരെങ്കിലും ഒരാൾ നമ്മളെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. നമ്മളെ മനസ്സിലാവുന്നവർക്ക് നമ്മളെ മനസ്സിലാവും. പിന്നെ ജനങ്ങളല്ല നമുക്ക് ചെലവിന് തരുന്ന, അത് ചിന്തിച്ചോളണം. നമ്മൾ ജോലി ചെയ്താലേ നമുക്കുള്ളൂ. അല്ലാതെ ഒരാളിങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ കയറി തൂങ്ങിച്ചാവുക അതൊന്നും പരിഹാരമല്ല. പിന്നെ ഇപ്പോൾ കിളിമാനത്തൊരു കേസ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കുടുംബം, ആ കൊച്ചുങ്ങൾ അനാഥമായിപ്പോയി. അതിൻ്റെ സംഭവം ആദ്യം അമ്മ മരിച്ചു, പിന്നെ അച്ഛൻ മരിച്ചു. സംഭവം ഈ ലഹരി ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നിടത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റെന്ന് പറയില്ല. കാര്യം ഞാൻ ഒരുപാട് ലഹരിയൊക്കെ ഉപയോഗിച്ച് ഓടിച്ച ആളാണ്. പക്ഷേ നമ്മൾ റോട്ടിൽ വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ സേഫ്റ്റിയേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവന് നമ്മൾ വില കൊടുക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ കള്ളിൻ്റെ ലഹരിയില്ല, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ MDMA അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സിൻ്റെ ലഹരിയിലായിരിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാതായിരിക്കും ചിലപ്പോൾ ഒരു മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു പോണത്. നമുക്കൊരു വാഹനമുണ്ട്, അതിൻ്റെ അഹങ്കാരം ആ റോഡിലല്ല കാണിക്കാനുള്ള. വാഹനം ഓടിക്കുമ്പോൾ റെസ്പെക്റ്റ് അതായത് ഒരാൾക്ക് വഴിമാറി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാനില്ല. പിന്നെ സ്പീഡ് ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾ സ്പീഡിന് പോയാലും ശരി, പതുക്കെ പോയാലും ശരി, എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തും. പക്ഷെ സ്പീഡിന് നിങ്ങൾ ഓവർ സ്പീഡിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഒരു 5 മിനിറ്റ് താമസിച്ചെത്തിക്കോട്ടെ. പിന്നെ റോഡെന്ന് പറഞ്ഞാൽ ഈ ആർക്കും എഴുതി കൊടുത്തൊന്നുമില്ല. ഇത് പൊതുവൊക്കെയാണ്. എല്ലാവർക്കും ഒരു കാൽനടക്കാരുണ്ടാവും, സൈക്കിൾ യാത്രക്കാരുണ്ടാവും, സ്കൂട്ടർ യാത്രക്കാരനുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ റോട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ മര്യാദ പഠിക്കുക. നമ്മൾ ഒരാൾക്ക് മര്യാദ കൊടുത്താലേ വേറൊരാൾ നമുക്ക് മര്യാദ തരും. ഈ വാഹനാപകടത്തെ കുറിച്ച് പറയാൻ കേട്ടാ, നിങ്ങൾ സൂക്ഷിക്കുക. രാത്രി ഉറക്കം വന്നാൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ പമ്പ കാര്യങ്ങളാ നല്ല സൗകര്യമുള്ള എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഒതുക്കി നിർത്തുക, നല്ലൊരു കിടന്നുറങ്ങുക. അതിന് ശേഷം മാത്രം വണ്ടി എടുത്ത് പോവുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ വണ്ടിയും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പടച്ചവൻ സഹായിച്ച്, ദൈവം സഹായിച്ചിട്ട് ഇന്നേ വരെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല. സത്യമാണ് പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? ഞാൻ അതനുസരിച്ച് വണ്ടി ഓടിക്കും. ഞാനിവിടെ 2 മിനിറ്റ് 1 മിനിറ്റ് ഗ്യാപ്പിൽ ആരോ ഫോട്ടോ വെച്ച് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറാണ്. എന്നിട്ട് വരെ പിന്നെ ചെറിയ ഉരച്ചിലൊക്കെ വരും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെ ജീവനെ കാട്ടി മറ്റുള്ളവരുടെ ജീവനെ നമ്മൾ, പിന്നെ അതിനൊക്കെ ഈ ട്രാഫിക്കിൽ വന്നിരുന്ന് ഹോൺ അടിക്കുന്നത്, ട്രാഫിക് എല്ലാവർക്കും പെടുന്നതാണ്. നമുക്ക് അത്യാവശ്യമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും റെസ്പെക്റ്റ് കൊടുത്താൽ റെസ്പെക്റ്റ് കിട്ടും. എന്തൊരു വാക്ക് പറയുന്നത്, ടേക്ക് റെസ്പെക്റ്റ്, എന്തടി ടേക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ്, അങ്ങനെ എന്തോ ഒരു പരിപാടി. എനിക്ക് എത്ര വിദ്യാഭ്യാസം ഇല്ല നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു പൊതുജനങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾ റോട്ടിൽ ഇറങ്ങുന്നത് നിങ്ങളെ വീടിനകത്താണെന്നുള്ള ചിന്തയിൽ ഇറങ്ങരുത്. റോഡാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മെയിനായിട്ട് കാൽ യാത്രക്കാരുണ്ടാവും, സൈക്കിൾ യാത്രക്കാരുണ്ടാവും, സ്കൂട്ടർ യാത്രക്കാരുണ്ടാവും. ശ്രദ്ധിക്കുക. നമ്മളെ വലിയ വണ്ടി ഇരിക്കുന്നു, നമുക്കൊന്നും പറ്റൂല, നമുക്ക് ചവിട്ടി പിടിച്ച് പോവാം. പക്ഷെ ഒരു ജീവൻ പോയാണ്ടല്ലോ, ആ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കുടുംബത്തിൽ അത്താണി അവനായിരിക്കും. ഇതിപ്പോ രണ്ടുപേരും മരിച്ച അവിടുത്തെ ആ കൊച്ചുങ്ങൾ അവസാനിച്ചിരിക്കാണ്. അച്ഛനും അമ്മയില്ലാത്ത അവസ്ഥ. അത് ആര് വരുത്തി ഉണ്ടാക്കി? ഇവരുണ്ടാക്കിയതല്ലേ. അതൊക്കെ ഈ ഇവന്റെയൊക്കെ ജന്മത്ത് അവന്റെ മനസ്സിൽ പോകാൻ പറ്റുമോ? ഒരിക്കലും പോകൂല. അവന് എങ്ങനെയായാലും പോകൂല. കാര്യം ആ കുരുന്നുകളെ കുറിച്ച് ശകലമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ വണ്ടിയും കൊണ്ട് പോകൂല, അത് വേറെ കേസ്. എന്നാൽ പോലും മനുഷ്യനാണെങ്കിൽ അവന്റെ മനസ്സിൽ ആ ഒരു ചിന്ത അവന്റെ മരിക്കുന്നുള്ളതുണ്ടാവും. കാര്യം കുറച്ച് കുഞ്ഞുങ്ങൾ, നമ്മളെ മക്കൾക്ക് നമ്മളാരും ഇല്ല. അതിപ്പോൾ എനിക്കൊരു അവസ്ഥ ഉണ്ട്, അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. എൻ്റെ മോനെ കണ്ടിട്ട് കുറേ കാലമായി. പക്ഷെ എൻ്റെ മോൻ്റെ മനസ്സിനുള്ളിൽ അവൻ്റെ ചിന്ത ഉണ്ടാവും, പാപ്പ എന്താണ് പാപ്പച്ചി വരാത്ത, പാപ്പച്ചിക്ക് എന്ത് പറ്റി, പാപ്പച്ചിയെക്കുറിച്ച് അവർ പലതും പറഞ്ഞു കൊടുക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാൽ പോലും അവൻ്റെ മനസ്സിനകത്ത് എൻ്റെ കൂടെ ആ ഉണ്ടായിരുന്ന കാലം ഉണ്ടല്ലോ, അത് ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല. അത് അങ്ങനത്തെ കാലമാണ്. അതങ്ങനെ ഒരിക്കലും മറക്കാനും പറ്റില്ല. അവൻ എത്ര കളിച്ച് വളർന്നാലും അവൻ്റെ മനസ്സിനകത്ത് ആ ചിന്ത ഉണ്ടാവും. അത് ആരൊക്കെ എന്തൊക്കെ സ്ക്രൂ വെച്ചാലും ശരിയാണ്.
അത് കണക്ക് ഇപ്പോൾ എൻ്റെ കൊച്ചിന് ഞാനില്ല, ഇപ്പോൾ തള്ളയ്ക്ക് വയ്യ, തള്ളനെ പിന്നെ ഞാൻ കൊടുത്തതാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരിക്കലും ഈ സ്ത്രീകൾ നോക്കുന്നതിനെ കൊച്ചിനെ നോക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വയ്യാതെ കിടക്കുന്നത്, അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതണേ കൊണ്ട് കൊടുക്കുന്ന. അതിപ്പോൾ വലിയൊരു കുരുവായി, അത് പോട്ടെ, സാരമില്ല. അവൻ എന്തെങ്കിലും വരണം തോന്നുന്നു വരട്ടെ, വന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ നല്ലപോലെ പഠിച്ച് വളർന്ന് വരട്ടെ, എനിക്കത് മതി. അവൻ നല്ലപോലെ പഠിച്ച് വളർന്ന് വന്നാൽ മതി. അപ്പം നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ളൊരു പല പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും നമ്മളെ കണക്ക്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ പൈസ ഉണ്ട്, നമ്മൾ കുറേ വണ്ടി എടുത്ത്, ആ പൈസയുടെ അഹങ്കാരം നമ്മൾ റോട്ടിലേക്ക് ഒരിക്കലും കാണിക്കരുത്. നിങ്ങളെ കാരണം അല്ലെങ്കിൽ നമ്മളെ കാരണം ഒരു ജീവൻ പോയ ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒരു അത്താണി മാത്രമല്ല, ആ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇല്ലാതായി കളയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി യാത്ര ചെയ്യുന്നവരൊക്കെ മാക്സിമം ഉറങ്ങിയിട്ടൊക്കെ വാഹനം ഓടിക്കുക. പിന്നെ ഈ ബ്രൈറ്റ് ലൈറ്റ്, ഓപ്പോസിറ്റ് ബ്രൈറ്റ് ലൈറ്റ്, നമ്മളെ വണ്ടിക്ക് ഭയങ്കര പവർ ലൈറ്റൊക്കെ ഉണ്ടാവും, അടിച്ചു കൊടുക്കാതിരിക്കുക. മാന്യതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു മനുഷ്യന് ബഹുമാനം കിട്ടുന്ന അവൻ്റെ മാന്യതയാണ്. അല്ലാതെ എനിക്ക് കുറേ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ മാന്യതയും കിട്ടൂല. പിന്നെ ഓപ്പോസിറ്റ് വരുന്നവർക്ക് നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് അടിച്ചു കൊടുത്ത് നമ്മൾ അവൻ്റെ കണ്ണൊക്കെ ചിമ്മിച്ച് ചിലപ്പോൾ നമ്മളങ്ങ് പോകും, അവൻ്റെ കണ്ണ് ചിമ്മി അവൻ ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് കയറും. ചിലപ്പോൾ അവൻ്റെ വണ്ടിക്ക് അത് ഫാമിലി ഉണ്ടാവും, കൊച്ചുങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും പൊതുവേ അത് ശ്രദ്ധിക്കണം. പൈസയുടെ അഹങ്കാരം ആരും കാണിക്കരുത്. ദൈവം തന്ന പൈസ എല്ലാവർക്കും ഉണ്ട്. ദൈവം തന്ന പൈസ അത് നിങ്ങളെ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണം. നമ്മളിനി എത്ര കോടീശ്വരനാണെങ്കിൽ ശരി തന്നെ, ഒന്നുകിലും മണ്ണിൽ അല്ലെങ്കിൽ തീയിൽ. ഇത് ആദ്യം നമ്മൾ ചിന്തിക്കുക. അല്ല നമ്മളിവിടെ ഒരു 500 വർഷവും 1000 വർഷവും നമ്മൾ ജീവിക്കൂല. അപ്പോൾ എല്ലായിടത്തോടും പൊതുവിൽ പറഞ്ഞതാണ്. വിഷമമുള്ളവർ വിഷമിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കി ജീവിച്ചോ. പണം ഒന്നിനൊരു പരിഹാരമില്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്, സമാധാനമാണ് വേണ്ടിയത്. മനുഷ്യൻ ജീവിച്ചിരുന്നു, നമ്മൾ ജീവിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരാള് ബഹുമാനിക്കണം. നമ്മൾ ഇരിക്കുന്ന സമയത്ത് പൈസ കൊടുത്തുള്ള ബഹുമാനമല്ല പറയുന്നത്. ഇല്ലാത്തവർക്ക് കൊടുക്കുക, ഉണ്ടെങ്കിൽ കൊടുക്കുക. നമ്മളെ ഇല്ലെങ്കിൽ വിട്, നമ്മളെ ജീവിതം മാത്രമേ ഉള്ളൂങ്കിൽ വിട്. പക്ഷെ ഒരിക്കലും അതിൻ്റെ പുറത്ത് അഹങ്കാരം കാണിക്കരുത്, ഒരു ജീവൻ എടുക്കാൻ നിൽക്കരുത്. റോഡ് നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ പാലിച്ചേ പറ്റൂ. ശരി, ഇപ്പൊ എല്ലാവർക്കും ഇത്രേ ഉള്ളൂ. നാളെ ലൈവ് ഇട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആരെയും നമ്പറൊന്നും വെക്കൂല, പേര് മാത്രമേ പറയൂ. പിന്നെ ആ അയച്ച ആള് ആരാണ് റിസൾട്ട് എന്നുള്ള അവരെ വിളിച്ചിട്ട് അവരെ GP നമ്പർ മേടിച്ച് അവർക്കൊരു ചെറിയ വലിയ തുകയൊന്നും പ്രതീക്ഷിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. കാര്യം പിന്നെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും വേണം. കാരണം എന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് ചലഞ്ച് കൊടുക്കാൻ പറ്റും. കാരണം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കണം, അല്ലേ? പറയത്തക്ക വിഹിതമൊന്നും കിട്ടുന്നില്ല. ഈ മാസം വരുമാനം ഇല്ല, ഭയങ്കര പാടാണ്. കാര്യം വെച്ചാലേ നമ്മള് ഇപ്പൊ എത്ര പേരുണ്ട്? 6 പേരാ, 7 പേരുണ്ട്. അപ്പൊ ഈ 7 പേരൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ അവസ്ഥ അറിയാല്ലേ. പിന്നെ നമുക്ക് ഈ എന്നും ഒരു സ്ഥലത്തിരുന്ന് കഥ പറയാൻ വയ്യാത്തോണ്ടാണ് നമ്മൾ മാറ്റി പിടിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വേണം, നമ്മളെ ഫാമിലിയും കാണാം, അല്ലേ? നമ്മൾ എങ്ങനെയൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കും ഒരു ഇപ്പൊ കിട്ടുന്ന ഒരു ചെറിയ തുകയാണെന്നുള്ള ചിന്തകൾ വേണ്ട. ഇൻഷാ അല്ലാഹ് പടച്ചവൻ സഹായിച്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ മാത്രമേ നമുക്ക് സ്വന്തക്കാരായിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വെളിയിറങ്ങുമ്പോൾ നമ്മൾ ഇതിൽ കാണുന്നവർ ഒരുപാട് പൈസക്കാരുണ്ടാവും, തീരെ പൈസ ഇല്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും ഒരേ കണക്കാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ജീവൻ അപഹരിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കാതിരിക്കുക. ഇതന്നെ ലഹരി ഉപയോഗിക്കുന്നതിൽ ഞാൻ കുറ്റം പറയില്ല. നിങ്ങൾക്ക് ഓരോരുത്തരും ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ വീടിനകത്തിരുന്ന് ഉപയോഗിച്ചോളണം, നടു റോഡിലല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.